ഇരപ്പാ ഞാനിന്ന് പറയുന്നത് നമ്മൾ ഒരിക്കൽ പറഞ്ഞതാണ്. പക്ഷെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് സമർപ്പണമുണ്ടായി. അത് കാരണം കൊണ്ടാണ് പറയുന്നത്. ഗുരുവായൂരിലെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഉത്സവത്തിനൊക്കെ അങ്ങനെ ഉത്സവം നടക്കുമ്പോൾ ആന പെട്ടെന്ന് നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്, നമ്മുടെ അത്താണി. ആ അത്താണി എന്ന് പറഞ്ഞാൽ കുളത്തിന് സമീപത്ത്, കുളത്തിൻ്റെ നാരായണാലയത്തിൻ്റെ ഒക്കെ അങ്ങോട്ട് പോകണ ആ വഴിയിൽ കുളത്തിൻ്റെ അവിടെ അത്താണി ഇന്നും കാണാം. അതിൻ്റെ പ്രാധാന്യം ഞാൻ പറഞ്ഞിരുന്നു. വളരെ പ്രാധാന്യമുള്ളൊരു ആ സ്ഥലത്ത് വെച്ചിട്ട് ഒരു സങ്കടപ്പെട്ട കാര്യം നടന്നു. അതായത് കണ്ടിയൂർ പട്ടത്ത് നമ്പീശൻ്റെ അദ്ദേഹത്തിൻ്റെ എന്താണെന്ന് വെച്ചാൽ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ കാര്യസ്ഥനായിരുന്നു പട്ടത്ത് നമ്പീശൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ക്ഷേത്ര സംരക്ഷണത്തിൻ്റെ ചുമതല ഉണ്ടായിരുന്ന ആളായതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടിരുന്നു. കള്ളത്തരങ്ങൾക്കൊന്നും ഒരു കൂട്ടും നിന്നിരുന്നില്ല. അപ്പോൾ രാജകിങ്കരന്മാർ, അതായത് രാജാവിനെതിരെയുള്ള കിങ്കരന്മാർ ആയിട്ട് ഉള്ള, അതായത് ഈ പറഞ്ഞ പോലെ അവിടുന്ന് ഒന്നും ചെയ്യാനൊന്നും പറ്റാത്തത് കാരണം വ്യക്തി ദോഷവും പിന്നെ രാജശാസനത്തിനെതിരെ ഉള്ള രാജാവിനോടുള്ള പകയും കൂടിയൊക്കെ ആയിട്ട് ഈ പട്ടത്ത് നമ്പീശനെ ഒരു ഉത്സവത്തിൻ്റെ ആ ദിവസം വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു ചെയ്തിരുന്നത്. ആറാട്ട് ദിവസത്തിൻ്റെ അന്നാണത് ഉണ്ടായത്. അങ്ങനെ ചാട്ടുകുളത്തിലെ ആ ആറാട്ടിന് ശേഷം ഭഗവാന്റെ വിഗ്രഹം വഹിച്ച് എത്തിയ ആന അവിടുന്ന് ഒരടി പോലും മുന്നോട്ട് നീങ്ങാൻ തയ്യാറായില്ല. അപ്പോൾ അതിനെ പറ്റിയിട്ട് പ്രശ്നങ്ങളൊക്കെ വെച്ച് നോക്കിയേക്കുമ്പോൾ പറഞ്ഞതാണ് ഇങ്ങനെ നമ്പീശൻ്റെ മരണവുമായിട്ട്, നമ്പീശൻ്റെ കൊലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റിയിട്ട്. അപ്പോൾ എന്താ വെച്ചാൽ അവിടുത്തെ ഭഗവാൻ അവിടുന്ന് പുറത്തേക്ക് പോരണമെന്നുണ്ടെങ്കിൽ, പ്രദക്ഷിണം മുഴുമിക്കണമെങ്കിൽ ഈ പട്ടത്ത് നമ്പീശൻ്റെ കുടുംബങ്ങളിൽ സങ്കടമില്ല എന്ന് പറയണം. അപ്പോൾ അതിൻ്റെ ആ ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നും അത് നടന്നു വരികയാണ്. അവരുടെ ഒരു പ്രതിനിധി വന്നിട്ട് ആ സമയത്ത് പറയും സങ്കടമൊന്നുമില്ല എന്ന്. അപ്പോൾ എന്താ പറയാൻ കാരണം വെച്ചാൽ ഇന്ന് ഇപ്പോൾ അവിടെ ഓർമ്മയ്ക്കായിട്ട് സ്മാരകമായിട്ട് പട്ടത്ത് നമ്പീശന് വേണ്ടിയിട്ടുള്ള സ്മാരകത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു എന്നുള്ളതാണ്. അവിടെ എന്താണെന്ന് വെച്ചാൽ തൻ്റെ സേവകനായിട്ട്, അതായത് ഗുരുവായൂരപ്പൻ്റെ സേവകനായിട്ട് തനിക്ക് വേണ്ടിയിട്ട് സേവക പ്രവൃത്തിയിലിരിക്കെ അപകടത്തിൽ മരിച്ച അല്ലെങ്കിൽ ദേഹത്യാഗം ചെയ്ത ഒരു നല്ല മനുഷ്യന് ഉള്ള ആദരവ് ആണ് അർപ്പിക്കുന്നത് ഇതിലൂടെ. അത് ഗുരുവായൂരപ്പൻ തന്നെ എല്ലാ ഉത്സവത്തിലും അത് ചെയ്യുന്നുണ്ട്. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു നല്ല ഉദ്യമമാണ് അദ്ദേഹത്തിന് ഒരു സ്മാരകമായിട്ട് അവിടെ ഒരു സ്ഥലം അത്താണിയുടെ അവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ശില, അത് നന്നായിട്ടുണ്ട്. എല്ലാവർക്കും ഇനി ഇവിടെ വരുന്ന ആളുകളൊക്കെ അത് വായിക്കുക. അത് വായിക്കുമ്പോൾ അതിലെഴുതിയിട്ടുണ്ട് ലിഖിതമായിട്ട്. അപ്പോൾ എന്താ വെച്ചാൽ ആരായിരുന്നു പട്ടത്ത് നമ്പീശൻ എന്നുള്ളതും ആ അത്താണിയുടെ എന്താണ് വിശേഷം എന്നുള്ളതും അത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതൊരു പ്രത്യേക കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും ഇനി വരുമ്പോൾ അത് കാണാൻ സാധിക്കട്ടെ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.